ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേദ സമരം. ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1917. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർ തോട്ട ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918. അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദിലെ തുണിമില്ല് തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നയിച്ച സമരമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ്. ഖേദ സമരം 1918. ഖേദ നികുതി സമരത്തിന് ഗാന്ധിജി നേതൃത്വം നൽകിയ വർഷമാണ് 1918. ഗുജറാത്തിലെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരമാണ് ഖേദ സമരം. റൗലത്ത് ആക്ട് 1919. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് റൗലത്ത് നിയമം. റൗലത്ത് നിയമം നിലവിൽ വന്ന വർഷം 1919. റൗലത്ത് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ: ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികൾ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം 1919 ഏപ്രിൽ 6 പഞ്ചാബിൽ റൗലറ്റ് ആക്ട് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് അറസ്റ്റിലായ നേതാക്കളാണ് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ദാരുണ സംഭവമാണ്. ഈ ദാരുണ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. റൗലറ്റ് നിയമത്തിനെതിരായി പഞ്ചാബിൽ നടന്ന സമരത്തിന് നേതൃത്വം നൽകിയ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജനങ്ങൾ ഒത്തുകൂടിയ സ്ഥലമാണ് ജാലിയൻ വാലാബാഗ്. 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ചു. പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് മടക്കിക്കൊടുത്ത പദവിയാണ് കൈസർ-ഇ-ഹിന്ദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഉത്തം സിംഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ഉത്തം സിംഗ് ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ഉത്തം സിംഗ് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ചെന്നാണ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത്. ഉത്തം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതും 1940 ജൂലൈ 31. ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു അറിയപ്പെട്ടതാണ് ഖലീഫ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ഖലീഫ. ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിൽ ആയിരുന്നു തുർക്കി സാമ്രാജ്യം. ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികൾ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കളാണ് അലി സഹോദരന്മാർ. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി ആയിരുന്നു. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17 നിസ്സഹകരണ സമരം 1920-22. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം. സമ്മേളനം നടത്തിയ സമയത്ത് ഉണ്ടായ ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് വിദേശ വസ്ത്രം ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം, നിസ്സഹകരണ സമര മുറകൾ ഇതൊക്കെയായിരുന്നു. ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടായിരുന്നു, ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണമുണ്ടായിരുന്നു, അഴുത്തോച്ചാടനം ഉണ്ടായിരുന്നു, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കലുണ്ടായിരുന്നു.
മലബാർ കലാപം 1921. കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ശ്രദ്ധേയമായ കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപം ഉണ്ടായ വർഷം 1921. മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങളാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും. ഭരണാധികാരികൾ അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ടെന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിലെ ഒരു ഭാഗമാണിത്. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിൻ്റെ സമ്മേളനം 1920 കൽക്കത്ത പ്രത്യേക സമ്മേളനമായിരുന്നു. നിസ്സഹകരണ സമരം 2 തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി മൗലാന ഷൗക്കത്ത് അലിയായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും മലബാറിലെ കർഷകർക്ക് പുനരുണർവ് സൃഷ്ടിച്ചു. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1920. മലബാർ കലാപത്തിൻ്റെ കാരണങ്ങൾ ബ്രിട്ടീഷുകാരുടെ ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത്. ഖിലാഫത്ത് നേതാവ് ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു തെറ്റായ വാർത്ത പരന്നതുമാണ്. വാഗൺ കൂട്ടക്കൊല അത് ഈ മലബാർ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ചൗരി ചൗര സംഭവം 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ ദുഷ്ചെയ്തികൾക്കെതിരെ സംഘടിപ്പിച്ച 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ഗോപകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം.